ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നൊരു ചെറിയ ഔട്ടിംഗ് പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. കമോൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാണ്ട് ഉച്ചയ്ക്കുള്ള നല്ല ഓണം സ്പെഷ്യൽ സദ്യ കഴിക്കാൻ തീരുമാനിച്ചു. ഇതാ നല്ല വയറ് നിറയെ കഴിച്ചു. സദ്യയും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബെസ്റ്റ് സ്റ്റേഷനാണ്. കുറേ ദിവസത്തെ ആഗ്രഹം എന്ന് തന്നെ പറയാം. നാട്ടിലെപ്പോൾ വന്നാലും പോകണം എന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. അവസാനം അത് സാധിച്ചു. ഇത് പോകുന്ന വഴിക്കാണ് നല്ല കാഴ്ചകളും കണ്ട് പോവാം. വേണ്ടി പറയാം. അരപ്പൈമ. ഓ മൈ ഗോഡ്, എന്ത് വരുന്നു നോക്ക്. അല്ല ഈനെടുക്കാം കേട്ടോ. ഈനോ എന്നാ ഞാൻ ഈനെടുക്കാം. ആ ചെറുത് കൊണ്ടുവന്നു. അവിടെ ഒന്ന് പോയി നിൽക്കല്ലേ. അമ്മേ അടുത്തൊന്ന് പോയി വെക്ക്. അടുത്തൊന്ന് കൊത്തു തരും. ഇതൊരു ബ്രെഡ്
ടേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഒരു ലൈവായിട്ടുള്ള സ്നേക്കിനെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്, കാണുന്നത് തന്നെ ഇത്ര അടുത്തായിട്ട്. പക്ഷേ കൊള്ളായിരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. നൈസാണ് ഇവിടെ. അടുത്തത് എൻ്റെ ടേൺ ആയിരുന്നു. ഞാൻ ഇഗ്വാനേനെയും പാമ്പിനെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഗ്വാനനെ വെച്ച സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പാമ്പിനെ വെച്ച സമയത്ത് പാമ്പ് ഡയറക്റ്റ് ഈ കഴുത്തിൻ്റെ അടുത്ത് സ്കിന്നുമായിട്ട് ഇങ്ങനെ ടച്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചെറുങ്ങനായിട്ട് എഴയുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കൈ പിടിച്ചോ, കൈ അവൻ്റെ കൈ. കനസ് ഇതായിരുന്നു ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കയ്യിലകത്ത് ഫീഡിങ് ഇത് വെച്ചിട്ട് മെല്ലെ കൈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിഷ് വന്നിട്ട് അതെടുത്ത് ഫുഡില്ലെങ്കിലും ചുമ്മാ കൈയിട്ട് കഴിഞ്ഞാലും ഫിഷൊക്കെ വന്ന് ഫുള്ള് കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇറക്കെ എൻ്റെ ഒരു വിരലങ്ങനെ മൊത്തത്തിലങ്ങ് വായിലാകത്തേക്ക് ഇട്ട പോലെ തോന്നി. വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൗഗ്ലീനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു നമ്മൾ പുതിയ മൗഗ്ലീനെ കണ്ടത്. പക്ഷേ കയ്യിലെടുക്കാനൊന്നും പറ്റിയില്ല, മൗഗ്ലി കൂട്ടിലായിരുന്നു. അടുത്തതായി ഞാൻ കണ്ടുവച്ചിട്ട് പോയതാണ് ഈ ബേർഡ് ഫീഡിങ്. ഇത് നല്ല രസമാണ്. കേജിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് നമ്മുടെ തലയിലും ഇവിടെ എല്ലാം വന്നിരിക്കും. എൻ്റെ മോനെയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. മോൻ്റെ റിയാക്ഷൻ അറിയാം. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പേടിയൊന്നുമില്ല. ആൾ നല്ല കൂളായിട്ടുണ്ടായിരുന്നു. മുവാസ് ആണെങ്കിൽ മുകളിലും താഴെ എല്ലാം നോക്കുന്നുണ്ട്, ഇതെന്താണ് സാധനം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പിടിക്കാനും പോയി, പേടിയൊക്കെ മാറിയിട്ട്. അങ്ങനെ എല്ലാം കണ്ട് ലാസ്റ്റ് വന്ന് ഇറങ്ങുന്ന അവരുടെ സ്റ്റോറിലേക്കാണ്. സ്റ്റോറിൽ കുറേ ടോയ്സും പിന്നെ അവിടെ തന്നെ ബേർഡ്സിൻ്റെ ഫെദേഴ്സിൻ്റെ കളക്ഷന് അതൊക്കെ ഉണ്ടായിരുന്നു. പെറ്റ് സ്റ്റേഷൻ ആക്ച്വലി ഉള്ളത് കടപ്പുറത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ ഫാമിലി ആയിട്ട് കടപ്പുറത്ത് പോയിട്ടൊന്ന് ജസ്റ്റ് ഇരുന്നിട്ടൊന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകുന്നത് സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് മെല്ലെ തിരിച്ചു. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും.